ഡിഫറെൻറ്റ് പാറ്റേൺസ് ഉപയോഗിച്ച് എങ്ങനെ സെൻറ്റൻസസ് നിർമ്മിക്കാം എന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന 4 വേർബ്സ്, ആ വേർബ്സ് ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് സെൻറ്റൻസ് പാറ്റേൺസ് ആണ് ഈ ലെസണിലുള്ളത്. സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഞാൻ മലയാളത്തിൽ പറയുന്ന സെൻറ്റൻസസ് നിങ്ങൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. അതേപോലെ ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്ന് പറയുന്നില്ല, അതേ മീനിങ് വരുന്ന രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവർക്ക് ചോദിക്കാം. ഈ ലെസൺ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് കഴിഞ്ഞ ലെസൻ്റെ ഹോംവർക്ക് നോക്കാം. പിന്നെ നമ്മുടെ ഓൺലൈൻ ഇംഗ്ലീഷ് കോഴ്സുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഗൂഗിൾ മീറ്റ് വഴി ലൈവ് ക്ലാസ് ആയിരിക്കും. കഴിഞ്ഞ ലെസൻ്റെ ഹോംവർക്ക്: ഈ പെരുമാറ്റം പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല. കഴിഞ്ഞ ക്ലാസ്സിൽ ടു ബി ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ് ആണ് നമ്മൾ നോക്കിയിരുന്നത്. ഇത് ടു ബി ഉപയോഗിച്ച് തന്നെ പറയാം. ഈ പെരുമാറ്റം, ദിസ് ബിഹേവിയർ, അത് പ്രോത്സാഹിപ്പിക്കപ്പെടരുത്, ഈസ് നോട്ട് ടു ബി എൻകറേജ്ഡ്. ദിസ് ബിഹേവിയർ ഈസ് നോട്ട് ടു ബി എൻകറേജ്ഡ്. ഷുഡ് ഉപയോഗിച്ചും പറയാം, മസ്റ്റ് ഉപയോഗിച്ചും പറയാം. ഷുഡും മസ്റ്റും ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ പിന്നെ അതിനുശേഷം ടു ബി എന്ന് പറയരുത്. ദിസ് ബിഹേവിയർ ഷുഡ് നോട്ട് ബി എൻകറേജ്ഡ്. ഈ ബിഹേവിയർ, ഈ പെരുമാറ്റം പ്രോത്സാഹിപ്പിക്കപ്പെടരുത്, പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല. പാസീവ് വെർബ് ഫോം ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ടു എൻകറേജ് എന്നതിൻ്റെ പാസീവ് ഫോം ആണ് ടു ബി എൻകറേജ്ഡ്. ദിസ് ബിഹേവിയർ ഈസ് നോട്ട് ടു ബി എൻകറേജ്ഡ്. ഒരു ഇൻഫിനിറ്റീവിൻ്റെ നെഗറ്റീവ് ഫോം നമ്മൾ ഉണ്ടാക്കുന്നത് ആ ഇൻഫിനിറ്റീവിൽ ടൂവിന് മുന്നിൽ നോട്ട് ഉപയോഗിച്ചാണ്. ടൂവിന് ശേഷമല്ല നോട്ട് ഉപയോഗിക്കുന്നത്. പ്രൊമോട്ട് ചെയ്യപ്പെടണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് ഞാൻ ജോലി മാറി. നമ്മൾ ജോലി മാറുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ഐ ചേഞ്ച്ഡ് ജോബ്സ് എന്നാണ് പറയുക. പ്ലൂറൽ ഫോമാണ് നമ്മൾ യൂസ് ചെയ്യുക. ഐ ചേഞ്ച്ഡ് മൈ ജോബ് എന്നും പറയാം, പക്ഷെ നോർമലി നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്പ്രഷൻ ഐ ചേഞ്ച്ഡ് ജോബ്സ് ആണ്. ഐ ചേഞ്ച്ഡ് ജോബ്സ്, പ്രൊമോട്ട് ചെയ്യപ്പെടണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട്. Because I wanted to be promoted. I changed jobs because I wanted to be promoted. To promote എന്നതിൻ്റെ പാസീവ് ഫോം ആണ് to be promoted. പ്രൊമോട്ട് ചെയ്യപ്പെടണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട്. Because I wanted to be promoted. അവൾ എന്തിനെയോ കുറിച്ച് ആശങ്കപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നു. She seems to be worried about something. She seems to be worried about something. ഇത് തന്നെ നമുക്ക് മറ്റൊരു രീതിയിലും പറയാം. It seems that she is worried about something. It seems that she is worried about something. It seems ഉപയോഗിച്ച് സെൻറ്റൻസ് തുടങ്ങുമ്പോൾ പിന്നെ അതിന് ശേഷം വരുന്നത് ദാറ്റ് ക്ലോസ് ആണ്. ഈ ഒരു കാര്യം തന്നെയാണ് നമ്മൾ അതിന് മുകളിലത്തെ സെൻറ്റൻസിൽ ടു ഇൻഫിനിറ്റീവ് ഉപയോഗിച്ചും പറയുന്നത്. She seems to be worried about something, അല്ലെങ്കിൽ it seems that she is worried about something. അവർ അവരുടെ അവധിക്കാലം ആസ്വദിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കഴിഞ്ഞ സെൻറ്റൻസിൽ ഉപയോഗിച്ച അതേ പാറ്റേൺ ഉപയോഗിച്ച് ഇതും പറയാം. They seem to be enjoying their holidays. They seem to be enjoying their holidays. അല്ലെങ്കിൽ it ഉപയോഗിച്ചാണ് പറയുന്നതെങ്കിലോ it seems that they are enjoying their holidays. To be enjoying എന്ന പ്രോഗ്രസീവ് ഇൻഫിനിറ്റീവിന് ഒരു പ്രോഗ്രസീവ് ടെൻസിൻ്റെ, കണ്ടിന്യൂസ് ടെൻസിൻ്റെ അതേ മീനിങ് തന്നെയാണ്. It seems that they are enjoying their holidays. എന്നെ ആരും വിമർശിക്കുന്നത് എനിക്കിഷ്ടമല്ല. എനിക്കിഷ്ടമല്ല എന്നതിന് ഐ ഡോണ്ട് ലൈക്ക് എന്ന് പറയാം, അല്ലെങ്കിൽ ഐ ഹേറ്റ് എന്ന് പറയാം. ഐ ഡോണ്ട് ലൈക്ക് ആയാലും ഐ ഹേറ്റ് ആയാലും അതിനുശേഷം നമുക്ക് ജനറലി സംസാരിക്കാൻ, നമ്മുടെ പൊതുവെയുള്ള ഇഷ്ടങ്ങളെക്കുറിച്ചും അനിഷ്ടങ്ങളെക്കുറിച്ചും പറയുന്നതിന് വേണ്ടി ING ഫോമും യൂസ് ചെയ്യാം, ടു ഇൻഫിനിറ്റീവും യൂസ് ചെയ്യാം. ഐ ഹേറ്റ് ടു ബി ക്രിട്ടിസൈസ്ഡ്. വിമർശിക്കപ്പെടുക എന്ന് പറയുമ്പോൾ ബി ക്രിട്ടിസൈസ്ഡ്. ഐ ഹേറ്റ് ടു ബി ക്രിട്ടിസൈസ്ഡ്, അല്ലെങ്കിൽ ഐ ഹേറ്റ് ബീയിങ് ക്രിട്ടിസൈസ്ഡ്. ഇവിടെ നമുക്ക് ടു ബി യൂസ് ചെയ്യാം, ബീയിങ് ഉപയോഗിക്കാം. രണ്ടായാലും മീനിങ്ങിൽ ഡിഫറൻസ് ഒന്നുമില്ല. ജനറലായി നമ്മുടെ ഇഷ്ടങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ അനിഷ്ടങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ലവ്, ലൈക്ക്, ഹേറ്റ്, പ്രിഫർ ഈ വേർബ്സിന് ശേഷം ING ഫോമും യൂസ് ചെയ്യാൻ സാധിക്കും, ടു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കാൻ സാധിക്കും. എന്നോട് ആരും ഉച്ചത്തിൽ സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല. നമ്മളോട് ദേഷ്യപ്പെട്ട് ഉച്ചത്തിൽ സംസാരിക്കുന്നതിനെ കുറിച്ച് പറയാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന രണ്ട് വേർബ്സ് ആണ് ഷൗട്ട്, എൽ. ഐ ഹേറ്റ് ബീയിങ് ഷൗട്ടഡ് അറ്റ്, അല്ലെങ്കിൽ ഐ ഹേറ്റ് ടു ബി ഷൗട്ടഡ് അറ്റ്. ഷൗട്ടഡ് എന്നതിന് പകരം നമുക്ക് എൽഡ് എന്ന വെർബും യൂസ് ചെയ്യാം. ഐ ഹേറ്റ് ബീയിങ് എൽഡ് അറ്റ്. എന്നോട് ആരും ഉച്ചത്തിൽ സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഐ ഹേറ്റ് ടു ബി എൽഡ് അറ്റ്. ഇവിടെ അവസാനം വന്നിട്ടുള്ള പ്രിപ്പോസിഷൻ ശ്രദ്ധിക്കണം. നമ്മളോട് ഒരാൾ ദേഷ്യപ്പെട്ട് ഒരുപാട് ഉച്ചത്തിൽ സംസാരിച്ചു എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് പറയുക, ഹി ഷൗട്ടഡ് അറ്റ് മീ എന്നാണ്. ഹി ഷൗട്ടഡ് മീ അല്ല, ഹി ഷൗട്ടഡ് അറ്റ് മീ. അറ്റ് എന്ന പ്രിപ്പോസിഷൻ അവിടെ ഉണ്ട്. ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഷൗട്ടിന് ശേഷം അല്ലെങ്കിൽ എല്ലിന് ശേഷം ആ പ്രിപ്പോസിഷൻ നമ്മൾ ഇവിടെയും ഉപയോഗിക്കണം. ഐ ഹേറ്റ് ടു ബി ഷൗട്ടഡ് അറ്റ്. ഐ ഹേറ്റ് ഇറ്റ് വെൻ പീപ്പിൾ ഷൗട്ട് അറ്റ് മീ. അതാണ് അതിൻ്റെ മറ്റൊരു ഫോം. ഇനി ഇന്നത്തെ ക്ലാസ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന 4 വേർബ്സ് ആണ്. ഹോപ്പ്, എക്സ്പെക്റ്റ്, വെയിറ്റ്, ലുക്ക് ഫോർവേഡ് ടു. ഇതിൻ്റെ മീനിങ് സെയിം അല്ല, എന്നാൽ ഏകദേശം സിമിലർ ആണ് താനും. ഇതിൽ ആദ്യത്തെ 3 വേർബ്സിനും ശേഷം എക്സ്പെക്റ്റ്, ഹോപ്പ്, വെയിറ്റ്, അതിനുശേഷം നമുക്ക് ടു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കാം. ലുക്ക് ഫോർവേഡ് ടുവിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് ING ഫോം ആണ്. ലുക്ക് ഫോർവേഡ് ടുവിലെ ടു ഒരു പ്രിപ്പോസിഷൻ ആണ്, അതുകൊണ്ട് തന്നെ പിന്നെ അതിന് ശേഷം വരുന്നത് ING ഫോം ആണ്.
എക്സ്പെക്റ്റിനും ഹോപ്പിനും വെയിറ്റിനും ശേഷം നമ്മൾ ഉപയോഗിക്കുക ടു ഇൻഫിനിറ്റീവ് ആണ്. എക്സ്പെക്റ്റിനും ഹോപ്പിനും ശേഷം നമുക്ക് ദാറ്റ് ക്ലോസും യൂസ് ചെയ്യാൻ സാധിക്കും. വെയിറ്റിന് ശേഷം ദാറ്റ് ക്ലോസ് ഉപയോഗിക്കരുത്. ഇത്രയും കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കി വയ്ക്കുക. അതായത് ആദ്യത്തെ 3 വെർബിനും ശേഷം എക്സ്പെക്റ്റിനും ഹോപ്പിനും വെയിറ്റിനും ശേഷം ടു ഇൻഫിനിറ്റീവ്, ലുക്ക് ഫോർവേഡ് ടുവിന് ശേഷം ING ഫോം. എക്സ്പെക്റ്റിനും ഹോപ്പിനും ശേഷം നമുക്ക് ദാറ്റ് ക്ലോസും യൂസ് ചെയ്യാം. വെയിറ്റിന് ശേഷം ദാറ്റ് ക്ലോസ് ഉപയോഗിക്കാൻ സാധിക്കില്ല. നമ്മളൊരു കാര്യം എക്സ്പെക്റ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് അത് സംഭവിക്കുമെന്ന് വിശ്വസിക്കാൻ ഒരു കാരണമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ അത് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നമുക്ക് നല്ലതും ചീത്തതുമായ കാര്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാം. മലയാളത്തിൽ പറയുമ്പോൾ പ്രതീക്ഷിക്കുന്നു എന്നൊരർത്ഥം വരും. പ്രതീക്ഷ പലപ്പോഴും നല്ലതാണ്, പക്ഷെ എക്സ്പെക്റ്റിന് അങ്ങനെ ഒരു മീനിങ് ഇല്ല. നമ്മൾ നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും എക്സ്പെക്റ്റ് ചെയ്യും. നമുക്ക് ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതും എക്സ്പെക്റ്റ് ചെയ്യും. അത് സംഭവിക്കുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മളത് എക്സ്പെക്റ്റ് ചെയ്യും. ഹോപ്പ് അങ്ങനെയല്ല. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഹോപ്പ് ചെയ്യുന്നത്. അതാണ് ഇത് രണ്ടും തമ്മിലുള്ള മീനിങ്ങിലുള്ള മെയിൻ ഡിഫറൻസ്. നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും ഹോപ്പ് ചെയ്യാറില്ല. സംഭവിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് ഹോപ്പ് എന്ന വെർബ് യൂസ് ചെയ്യുന്നത്. ഒരു കാര്യം സംഭവിക്കുമെന്ന് നമ്മൾ വിശ്വസിച്ചിരുന്ന സമയത്ത് ആ കാര്യം സംഭവിച്ചില്ല. ഇനിയിപ്പോൾ അത് സംഭവിക്കുന്നതിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് പറയാനാണ് വെയിറ്റ് ഉപയോഗിക്കുന്നത്. വെയിറ്റ് എന്ന വെർബ് ഉപയോഗിക്കുമ്പോൾ പിന്നെ നമുക്ക് അവിടെ ആ ഒരു അസ്വസ്ഥതയും അക്ഷമയും എല്ലാം അതിലുണ്ട്. സംഭവിക്കുമെന്ന് നമുക്ക് ഉറപ്പുള്ളതും സംഭവിച്ചു കാണാൻ നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്നതുമായ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് ലുക്ക് ഫോർവേഡ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഈ വെർബ്സ് ഉപയോഗിക്കുന്ന ഡിഫറെന്റ് സ്ട്രക്ചേഴ്സ് നോക്കാം. അവർ വൈകുന്നേരം വരുമെന്ന് ഞാൻ കരുതുന്നു അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നു. ആഗ്രഹത്തോടെ ഞാൻ കാത്തിരിക്കുന്നു എന്നൊരു അർത്ഥമൊന്നും ഇതിനില്ല. അവർ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒരു പക്ഷേ അവർ പറഞ്ഞിട്ടുണ്ടായിരിക്കും വരുമെന്ന്. അതുകൊണ്ട് തന്നെ അവർ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്കിവിടെ എക്സ്പെക്റ്റ് എന്ന വെർബ് ഉപയോഗിച്ചാൽ മതി. അവർ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഐ എക്സ്പെക്റ്റ്. എക്സ്പെക്റ്റ് വെർബാണ്. അതിനുശേഷം നമുക്കൊരു ഒബ്ജക്റ്റ് ഉപയോഗിക്കാൻ സാധിക്കും. ഐ എക്സ്പെക്ട് ദം. ഐ എക്സ്പെക്ട് ദം ടു അറൈവ് ഇൻ ദ ഈവനിങ്, അല്ലെങ്കിൽ ഐ എക്സ്പെക്ട് ദം ടു കം ഇൻ ദ ഈവനിങ്. കം എന്ന് പറയുമ്പോൾ വരിക, അറൈവ് എന്ന് പറയുമ്പോൾ എത്തുക. അവരെ വൈകുന്നേരം വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഐ എക്സ്പെക്ട് ദം ടു കം ഇൻ ദ ഈവനിങ്. എക്സ്പെക്റ്റിന് ശേഷം നമ്മളിവിടെ അവരെ സൂചിപ്പിക്കുന്ന പ്രൊനൗൺ ഉപയോഗിച്ചു. പിന്നെ വരുന്നത് ഒരു ടു ഇൻഫിനിറ്റീവ് ആണ്. ഐ എക്സ്പെക്ട് ദം ടു അറൈവ്. അവർ എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശനിയാഴ്ചയോടെ ജോലി പൂർത്തിയാക്കാൻ ആവുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഞങ്ങൾക്ക് പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. വി എക്സ്പെക്ട് ടു ഫിനിഷ് ദ ജോബ് ബൈ സാറ്റർഡേ, അല്ലെങ്കിൽ വി എക്സ്പെക്ട് ടു കംപ്ലീറ്റ് ദ വർക്ക് ബൈ സാറ്റർഡേ. വി എക്സ്പെക്ട് ടു ഫിനിഷ് ദ ജോബ് അല്ലെങ്കിൽ ഫിനിഷ് ദ വർക്ക് ബൈ സാറ്റർഡേ. ബൈ സാറ്റർഡേ എന്ന് പറയുമ്പോൾ ശനിയാഴ്ചയോടെ, ശനിയാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ചയ്ക്ക് മുമ്പ്, അതാണ് അതിനർത്ഥം. വി എക്സ്പെക്ട് ടു ഫിനിഷ് ദ ജോബ്. നമുക്ക് ദ വർക്ക് എന്നും പറയാം, ദ ജോബ് എന്നും പറയാം. ജോബിന് പ്ലൂറൽ ഫോംസും ഉണ്ട്. നമുക്ക് ജോബ്സ് എന്ന് പറയാം, പക്ഷെ വർക്ക്സ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പൊതുവെ പറയില്ല. വി എക്സ്പെക്ട് ടു കംപ്ലീറ്റ് ദ വർക്ക് ബൈ സാറ്റർഡേ. ഇവിടെ എക്സ്പെക്റ്റിന് ശേഷം ഒരു ടു ഇൻഫിനിറ്റീവ് ആണ് നമ്മൾ ഡയറക്റ്റ്ലി യൂസ് ചെയ്തിട്ടുള്ളത്. അതാണ് ഇവിടെ ഒബ്ജക്റ്റ് ആയി വന്നിട്ടുള്ളത്. ഇനി മറ്റൊരാള്, അതായത് നമ്മൾ ഈ ജോലി ഏൽപ്പിച്ചിട്ടുള്ളവര് ഈ ജോലി ശനിയാഴ്ചയോടെ പൂർത്തിയാക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്ന് പറയണമെന്ന് കരുതാം. അങ്ങനെയാണെങ്കിൽ എളുപ്പമാണ്. നമുക്ക് ആ ടു കംപ്ലീറ്റിന് മുന്നിൽ അവരെ സൂചിപ്പിക്കുന്ന നൗണോ പ്രൊനൗണോ ഉപയോഗിച്ചാൽ മതി. വി എക്സ്പെക്ട് യു ടു കംപ്ലീറ്റ് ദ വർക്ക് ബൈ സാറ്റർഡേ. ഇപ്പോൾ ഈ സെന്റൻസിന്റെ മീനിങ് മുഴുവനും മാറിപ്പോയി. ആദ്യത്തെ സെന്റൻസിൽ നമ്മളാണ് ശനിയാഴ്ചയോടെ ജോലി പൂർത്തിയാക്കുമെന്ന് കരുതുന്നത്. നമ്മളാണ് ജോലി ചെയ്യുന്നത്. അവിടുത്തെ ടു കംപ്ലീറ്റ് എന്ന ഇൻഫിനിറ്റീവ് സബ്ജക്റ്റായി വിയുമായി ബന്ധപ്പെട്ടതാണ്. നമ്മളാണ് അവിടെ ജോലി ചെയ്യുന്നവർ. രണ്ടാമത്തെ സെന്റൻസിൽ ആ ജോലി പൂർത്തിയാക്കുന്നത് നമ്മളല്ല, നീ പൂർത്തിയാക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതാണ് അതിനർത്ഥം. ഇവിടെ ടു കംപ്ലീറ്റ് എന്ന ഇൻഫിനിറ്റീവിന് മുന്നിൽ നമ്മളൊരു പ്രൊനൗൺ ഉപയോഗിച്ചു, യു എന്ന പ്രൊനൗൺ ഉപയോഗിച്ചു. ഒരു ഇൻഫിനിറ്റീവിന് മുന്നിൽ അല്ലെങ്കിൽ ഒരു ING ഫോമിന് മുന്നിൽ ഒരു നൗണോ പ്രൊനൗണോ വരുമ്പോൾ ആ നൗണും പ്രൊനൗണും ആ ഇൻഫിനിറ്റീവിന്റെ അല്ലെങ്കിൽ ING ഫോമിന്റെ സബ്ജക്റ്റ് ആണ്. പിന്നെ ആ ഇൻഫിനിറ്റീവ് ആ നൗണുമായി അല്ലെങ്കിൽ പ്രൊനൗണുമായി റിലേറ്റഡ് ആണ്. സെന്റൻസിന്റെ മീനിങ് മുഴുവൻ മാറിപ്പോകും. വി എക്സ്പെക്ട് യു ടു കംപ്ലീറ്റ് ദ വർക്ക് ബൈ സാറ്റർഡേ. നീ ശനിയാഴ്ചയോടെ ജോലി പൂർത്തിയാക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങളല്ല ജോലി ചെയ്യുന്നത്, നീയാണ് ജോലി ചെയ്യുന്നത്. ആദ്യത്തെ സെന്റൻസിൽ ശനിയാഴ്ചയോടെ ജോലി പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആദ്യത്തെ സെന്റൻസിൽ ജോലി ചെയ്യുന്നത് നമ്മളാണ്. നമ്മൾ പറയുകയാണ് നമുക്ക് സാറ്റർഡേ ആവുന്നതോടെ ജോലി പൂർത്തിയാക്കാൻ കഴിയുമെന്ന്. നമ്മളെ ആ ജോലി ഏൽപ്പിച്ചവരുടെ അടുത്ത് നമ്മൾ പറയുകയാണ്. രണ്ടാമത്തെ സെന്റൻസിൽ ആ ജോലി ചെയ്യാൻ നമ്മളെ ഏൽപ്പിച്ചവരുടെ അടുത്ത് നമ്മൾ പറയുകയാണ് നിങ്ങൾക്ക് ആ ജോലി സാറ്റർഡേ ആവുമ്പോഴേക്ക് പൂർത്തിയാക്കാൻ കഴിയുമെന്ന്. ആ ഇൻഫിനിറ്റീവിന് മുന്നിൽ ഒരു പ്രൊനൗൺ ഉപയോഗിക്കുക മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. പക്ഷെ ആ സെന്റൻസിന്റെ മീനിങ്ങിൽ വരുന്നത് വലിയ ഡിഫറൻസ് ആണ്. അത് ശ്രദ്ധിക്കണം. വി എക്സ്പെക്ട് യു ടു കംപ്ലീറ്റ് ദ വർക്ക് ബൈ സാറ്റർഡേ.
നീ ശനിയാഴ്ചയോടെ ജോലി പൂർത്തിയാക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. സംഭവിക്കാൻ വളരെ അധികം സാധ്യതയുള്ള കാര്യങ്ങൾ, നമുക്ക് അങ്ങനെ സംഭവിക്കുമെന്ന് വിശ്വസിക്കാൻ ഒരു കാരണം ഉണ്ടാവുമ്പോഴാണ് നമ്മൾ എക്സ്പെക്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ സെന്റൻസ് തന്നെ, ഷീ ഈസ് എക്സ്പെക്ടിങ് എ ബേബി. പ്രഗ്നന്റ് ആയ ഒരു സ്ത്രീയെ കുറിച്ചാണ് പറയുന്നത്. പ്രഗ്നന്റ് ആയ ഒരു സ്ത്രീ ആകുമ്പോൾ അവർക്ക് ഒരു കുഞ്ഞുണ്ടാവും എന്നത് നമുക്ക് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. ഷീ ഈസ് എക്സ്പെക്ടിങ് എ ബേബി. ഇവിടെ നമ്മുടെ ഒരു ആഗ്രഹം അതൊന്നും അല്ല പറയുന്നത്, സംഭവിക്കാൻ ഏകദേശം 100% സാധ്യതയുള്ള ഒരു കാര്യത്തിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. പക്ഷേ ഈ സെന്റൻസ് നോക്കൂ, അതൊരു പെൺകുട്ടി ആയിരിക്കുമെന്നാണ് അവൾ പ്രതീക്ഷിക്കുന്നത്. അവർ പ്രഗ്നന്റ് ആണ്, ഒരു കുഞ്ഞുണ്ടാവും എന്ന കാര്യം ഉറപ്പാണ്. പക്ഷെ അത് ആൺകുട്ടി ആയിരിക്കുമോ പെൺകുട്ടി ആയിരിക്കുമോ എന്ന് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കില്ല. പക്ഷെ അവരുടെ ആഗ്രഹം അത് പെൺകുട്ടിയാവണമെന്നാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് എക്സ്പെക്റ്റ് അല്ല, ഹോപ്പാണ്. ഇവിടെ നമ്മൾ സംസാരിക്കുന്ന ആ സ്ത്രീയുടെ ഒരു ആഗ്രഹത്തിനെ കുറിച്ചാണ്. ഷീസ് ഹോപ്പിംഗ് ദാറ്റ് ഇറ്റ് വിൽ ബി എ ഗേൾ. ഷീസ് ഹോപ്പിംഗ് ദാറ്റ് ഇറ്റ് വിൽ ബി എ ഗേൾ. അതൊരു പെൺകുട്ടി ആയിരിക്കുമെന്നാണ് അവൾ പ്രതീക്ഷിക്കുന്നത്. ഷീസ് എക്സ്പെക്ടിങ് എന്നല്ല ഇവിടെ പറയുന്നത്. ഷീസ് എക്സ്പെക്ടിങ് എ ബേബി. അവർ പ്രഗ്നന്റ് ആണ്, അവരൊരു കുഞ്ഞിനെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഷീസ് ഹോപ്പിംഗ് ദാറ്റ് ഇറ്റ് വിൽ ബി എ ഗേൾ. അതൊരു പെൺകുട്ടി ആയിരിക്കുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ അതാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇവിടെ സംസാരിക്കുന്ന ആഗ്രഹത്തിനെ കുറിച്ചായത് കാരണം നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് ഹോപ്പാണ്, എക്സ്പെക്റ്റ് അല്ല. ഷീസ് ഹോപ്പിംഗ് എന്ന് പറഞ്ഞാലും ഷീ ഹോപ്സ് എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥമാണ്. ഹോപ്പ് എന്ന വെർബിന്റെ ing ഫോമിലും അതുപോലെ തന്നെ അതിന്റെ സിമ്പിൾ പ്രസന്റ് ടെൻസിലും ഏകദേശം ഒരേ മീനിങ് തന്നെയാണ് വരുന്നത്. ഞാൻ അവനിൽ നിന്നും ഒരു ഫോൺ കോൾ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. മലയാളത്തിൽ ഇത് ഇങ്ങനെയാണ് എഴുതുന്നത്. ഇംഗ്ലീഷിൽ നമുക്ക് ഈ 3 വെർബ് ഉപയോഗിച്ചും പറയാം, പക്ഷെ മീനിങ്ങിൽ ഡിഫറൻസ് വരും, സ്ട്രക്ചറിലും ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഐ ആം ഹോപ്പിംഗ് ഫോർ എ കോൾ ഫ്രം ഹിം. ഐ ആം ഹോപ്പിംഗ് ഫോർ എ കോൾ ഫ്രം ഹിം. ഹോപ്പാണ് നമ്മൾ ഈ സെന്റൻസിൽ യൂസ് ചെയ്തത്. അവൻ വിളിക്കുമെന്നതിന് എനിക്ക് യാതൊരു തരത്തിലുള്ള ഉറപ്പുമില്ല, പക്ഷെ അവൻ വിളിക്കണമെന്ന് ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. ഐ എം ഹോപ്പിംഗ് ഫോർ എ കോൾ ഫ്രം ഹിം. ഹോപ്പിന് ശേഷം നമ്മൾ ഫോർ എന്ന പ്രിപ്പോസിഷൻ കൂടി ഉപയോഗിക്കുന്നുണ്ട്. ഒരു ഒബ്ജക്റ്റിന് മുന്നിൽ നമുക്ക് ഹോപ്പിന് ശേഷം ഫോർ എന്ന പ്രിപ്പോസിഷൻ ഉണ്ട്. ഐ എം ഹോപ്പിംഗ് എ കോൾ എന്ന് പറഞ്ഞാൽ പോരാ, ഐ ആം ഹോപ്പിംഗ് ഫോർ എ കോൾ എന്ന് പറയണം. ഐ എം എക്സ്പെക്ടിങ് എ കോൾ ഫ്രം ഹിം. എക്സ്പെക്റ്റിന് ശേഷം ഫോർ ഉപയോഗിക്കുന്നില്ല, അതുകൂടി ശ്രദ്ധിക്കണം. എക്സ്പെക്റ്റിന് ശേഷം നമ്മൾ ആ ഒബ്ജക്റ്റ് ഡയറക്റ്റ്ലി യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ഹോപ്പിന് ശേഷം ഫോർ ഉണ്ട്, വെയിറ്റിന് ശേഷവും ഫോർ ഉണ്ട്. ഐ എം ഹോപ്പിംഗ് ഫോർ എ കോൾ ഫ്രം ഹിം അല്ലെങ്കിൽ ഐ എം എക്സ്പെക്ടിങ് എ കോൾ ഫ്രം ഹിം. ഐ എം എക്സ്പെക്ടിങ് എ കോൾ ഫ്രം ഹിം എന്ന് പറയുമ്പോൾ അവൻ വിളിക്കുമെന്ന് വിശ്വസിക്കാൻ എനിക്ക് ഒരുപാട് കാരണങ്ങളുണ്ട്. വിളിക്കുമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ആ ഒരു കോളാണ് ഞാനിപ്പോൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഐ എം എക്സ്പെക്ടിങ് എ കോൾ ഫ്രം ഹിം. ഐ എം വെയിറ്റിംഗ് ഫോർ എ കോൾ ഫ്രം ഹിം. ഇങ്ങനെ പറയുമ്പോൾ നേരത്തെ തന്നെ വിളിക്കേണ്ടതായിരുന്നു. അവൻ വിളിക്കുമെന്ന് ഞാൻ കരുതിയ സമയം കഴിഞ്ഞിരിക്കുന്നു, ഇനിയും വിളിച്ചിട്ടില്ല, ഞാൻ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. ആ ഒരു മീനിങ് കൂടി വരുന്നുണ്ട്. ഐ എം വെയിറ്റിംഗ് ഫോർ എ കോൾ ഫ്രം ഹിം. വെയിറ്റിനും ഹോപ്പിനും ശേഷം ഫോർ എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നുണ്ട് ഒബ്ജക്റ്റിന് മുന്നിൽ. എക്സ്പെക്റ്റിന് ശേഷം ആ പ്രിപ്പോസിഷൻ ഇല്ല. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഐ എം വെയിറ്റിംഗ് ഫോർ എ കോൾ ഫ്രം ഹിം. ബസ് സമയത്ത് തന്നെ വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഐ ഹോപ്പ് ദ ബസ് അറൈവ്സ് ഓൺ ടൈം അല്ലെങ്കിൽ ഐ ഹോപ്പ് ദ ബസ് വിൽ അറൈവ് ഓൺ ടൈം. ഐ ഹോപ്പിന് ശേഷം നമ്മൾ പൊതുവെ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഫ്യൂച്ചറിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്, സിമ്പിൾ ഫ്യൂച്ചറും ഉപയോഗിക്കാം. ഐ ഹോപ്പ് ദ ബസ് വിൽ അറൈവ് ഓൺ ടൈം. സമയത്ത് തന്നെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഒരു ആഗ്രഹം കൂടിയാണത്. ഐ ഹോപ്പ് ദ ബസ് അറൈവ്സ് ഓൺ ടൈം അല്ലെങ്കിൽ വിൽ അറൈവ് ഓൺ ടൈം. അവൾ 11 മണിക്ക് വരുമെന്നാണ് ഞാൻ കരുതിയത്, പക്ഷെ അവൾ വന്നില്ല. ഐ എക്സ്പെക്റ്റഡ് ഹെർ അറ്റ് 11 അല്ലെങ്കിൽ ഐ എക്സ്പെക്റ്റഡ് ഹെർ ടു കം അറ്റ് 11 ബട്ട് ഷീ ഡിഡ്ന്റ് ടേൺ അപ്പ്. വരിക എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫ്രേസൽ വെർബാണ് ടേൺ അപ്പ്. വന്നില്ല എന്ന് പറയുമ്പോൾ ഷീ ഡിഡ്ന്റ് ടേൺ അപ്പ്. ഐ എക്സ്പെക്റ്റഡ് ഹെർ അറ്റ് 11. 11 മണിക്ക് ഞാൻ അവളെ പ്രതീക്ഷിച്ചതാണ്, പക്ഷെ അവൾ വന്നില്ല. ബട്ട് ഷീ ഡിഡ്ന്റ് ടേൺ അപ്പ്. എക്സ്പെക്റ്റിന് ശേഷം ഒബ്ജക്റ്റായ ഹെർ നമ്മൾ ഡയറക്റ്റ്ലി യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. അതിനിടയിൽ ഫോർ എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നില്ല. ഐ എക്സ്പെക്റ്റഡ് ഹെർ അറ്റ് 11 അല്ലെങ്കിൽ ഐ എക്സ്പെക്റ്റഡ് ഹെർ ടു കം അറ്റ് 11. 12 മണി വരെ ഞാൻ അവളെ കാത്തുനിന്നു. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് വെയിറ്റ് ആണ്. ഐ വെയിറ്റഡ് ഫോർ ഹെർ അണ്ടിൽ 12. ഐ വെയിറ്റഡ് ഫോർ ഹെർ അണ്ടിൽ 12. ദെൻ ഐ വെന്റ് ഹോം. അണ്ടിൽ 12 12 മണി വരെ. അപ് ടു എന്ന് ഉപയോഗിക്കരുത്. അപ് ടു ഡിസ്റ്റൻസിനെ കുറിച്ച് പറയാനാണ് ഉപയോഗിക്കുന്നത്. വി വോക്ക്ഡ് അപ് ടു ദ സ്കൂൾ എന്ന് പറയാം. സ്കൂൾ വരെ ഞങ്ങൾ നടന്നു. അപ് ടു ഡിസ്റ്റൻസിനെയാണ് സൂചിപ്പിക്കുന്നത്, അണ്ടിൽ സമയത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ സമയത്തിന് മുന്നിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് അണ്ടിലാണ്, അപ് ടു അല്ല. ഐ വെയിറ്റഡ് ഫോർ ഹെർ അണ്ടിൽ 12. ഐ വെയിറ്റഡ് ഹെർ അല്ല, ഐ വെയിറ്റഡ് ഫോർ ഹെർ. വെയിറ്റിന് ശേഷം ഫോർ എന്ന പ്രിപ്പോസിഷൻ ഉണ്ട്.
ദെൻ ഐ വെന്റ് ഹോം. ഇവിടെ നമ്മൾ ഈ രണ്ട് ക്ലോസുകളെ കമ്പൈൻ ചെയ്യുന്നില്ല, അതിന് പകരം ഒരു സെമി കോളനാണ് ഇടയിൽ ഉപയോഗിക്കുന്നത്. സെമി കോളൻ ഏകദേശം ഫുൾ സ്റ്റോപ്പിന് സിമിലർ ആണ്. നമുക്ക് ഈ സെമി കോളൻ ഇവിടെ ഉപയോഗിക്കാതെ ആൻഡ് ദെൻ എന്നും പറയാം. ആൻഡ് കൺജങ്ഷൻ ആണ്. അങ്ങനെ ആ കൺജങ്ഷനെ ഉപയോഗിച്ച് ഈ രണ്ട് ക്ലോസുകളെയും കമ്പൈൻ ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് അതിനിടയിൽ സെമി കോളൻ ഉപയോഗിക്കേണ്ട ഒരു ആവശ്യമില്ല. അങ്ങനെ ചെയ്യരുത്. കൺജങ്ഷൻ ഉപയോഗിച്ച് രണ്ട് ക്ലോസുകളെ കമ്പൈൻ ചെയ്യുമ്പോൾ പിന്നെ അതിനിടയിൽ സെമി കോളൻ വരില്ല. പക്ഷെ ഒരു കൺജങ്ഷന് മുന്നിൽ നമുക്ക് കോമ ഉപയോഗിക്കാൻ സാധിക്കും. I waited for her until 12 and then I went home എന്ന് പറയാം. അല്ലെങ്കിൽ ഒരു സെമി കോളൻ ഇട്ട് then I went home എന്നും പറയാം. ഞങ്ങൾ ഇപ്പോഴും അവരിൽ നിന്നും എന്തെങ്കിലും ഒരു വിവരം ലഭിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇപ്പോഴും സ്റ്റിൽ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. We are still waiting. അവരിൽ നിന്നും എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ലഭിക്കുന്നതിന് വേണ്ടി. We are still waiting to hear from them എന്ന് പറയാം. അല്ലെങ്കിൽ we are still waiting for some information from them എന്നും പറയാം. We are still waiting to hear from them. അവരിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കേൾക്കാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. We are still waiting to hear from them. ഇവിടെ ഫോർ ഇല്ല, കാരണം വെയിറ്റിന് ശേഷം ഇവിടെ ഒബ്ജക്റ്റ് ഒന്നും വരുന്നില്ല. നമ്മൾ ഡയറക്റ്റ്ലി ഒരു ടു ഇൻഫിനിറ്റീവ് യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ഒരു ഒബ്ജക്റ്റ് വരുന്ന സാഹചര്യങ്ങളിലാണ് നമ്മൾ വെയിറ്റ് ഫോർ എന്ന് പറയുന്നത്. We are still waiting to hear from them അല്ലെങ്കിൽ we are still waiting for some information from them. Some information എന്നൊരു ഒബ്ജക്റ്റ് അവിടെ വരുമ്പോൾ പിന്നെ നമ്മൾ വെയിറ്റിംഗ് ഫോർ എന്ന് പറയും. We are still waiting for some information അല്ലെങ്കിൽ we are still waiting to hear from them. രണ്ട് സെന്റൻസിന്റെ അർത്ഥം ഒന്ന് തന്നെയാണ്. ഈ വർഷം എനിക്ക് സാലറി കൂടി ലഭിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കൂടിയ സാലറി ഇൻക്രിമെന്റ്, റേസ് എന്ന് പറയും, റൈസ് എന്നും പറയും. ഈ വർഷം എനിക്കൊരു റേസ് ലഭിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആഗ്രഹമാണ്. I hope to get a raise this year. I hope to get a raise this year അല്ലെങ്കിൽ I am hoping to get a raise this year. നമുക്ക് I hope എന്നും പറയാം, I am hoping എന്നും പറയാം. I expect എന്നും പറയാം, I am expecting എന്നും പറയാം. ടു ഇൻഫിനിറ്റീവിന് മുന്നിൽ. ഇത് തന്നെ നമുക്ക് മറ്റൊരു രീതിയിലും പറയാം. I am hoping for a raise. I am expecting a raise. ടു ഇൻഫിനിറ്റീവിന്റെ ആവശ്യമില്ലാതെ നൗൺ ഉപയോഗിച്ച് നമുക്കിത് പറയാം. റേസ് എന്ന നൗൺ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഹോപ്പിന് ശേഷം ഫോർ എന്ന പ്രിപ്പോസിഷൻ ഉണ്ട്. എക്സ്പെക്റ്റിന് ശേഷം ആ പ്രിപ്പോസിഷൻ വരുന്നുമില്ല. ഐ എം എക്സ്പെക്ടിങ് എ റേസ് അല്ലെങ്കിൽ ഐ എം ഹോപ്പിംഗ് ഫോർ എ റേസ്. എനിക്ക് ആ ജോലി ലഭിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഐ ഹോപ്പ് ടു ഗെറ്റ് ദാറ്റ് ജോബ് അല്ലെങ്കിൽ ഐ എക്സ്പെക്ട് ടു ഗെറ്റ് ദാറ്റ് ജോബ്. ഐ എക്സ്പെക്ട് ടു ഗെറ്റ് ദാറ്റ് ജോബ്, ഗെറ്റ് ദ ജോബ്. ആ ജോലി എനിക്ക് ലഭിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, ഞാൻ കരുതുന്നത്. എനിക്ക് അങ്ങനെ കരുതാൻ ഒരു കാരണമുണ്ട്. ഐ എക്സ്പെക്ട് ടു ഗെറ്റ് ദാറ്റ് ജോബ്. അവൾക്ക് ആ ജോലി ലഭിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. എനിക്ക് ലഭിക്കുമെന്നല്ല, ജോലി ലഭിക്കേണ്ടത് അവൾക്കാണ്. നമ്മൾ ഇതുപോലത്തെ ഒരു സെന്റൻസ് ആദ്യം നോക്കിയിരുന്നു. ആ കാര്യം എങ്ങനെയാണ് പറയുന്നത്? നമ്മൾ എനിക്ക് ലഭിക്കുമെന്നല്ല, അവൾക്ക് ലഭിക്കുമെന്നാണ് ഞാൻ പറയുന്നത്. ഈസിയാണ്. ടു ഗെറ്റ് എന്ന ഇൻഫിനിറ്റീവിന് മുന്നിൽ അവളെ സൂചിപ്പിക്കുന്ന പ്രൊനൗൺ ഹെർ ഉപയോഗിച്ചാൽ മാത്രം മതി. ഐ എക്സ്പെക്ട് ഹെർ ടു ഗെറ്റ് ദ ജോബ്. ഐ എക്സ്പെക്ട് ടു ഗെറ്റ് ദ ജോബ്. ജോലി എനിക്ക് ലഭിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഐ എക്സ്പെക്ട് ഹെർ ടു ഗെറ്റ് ദ ജോബ്. അവൾക്ക് ജോലി ലഭിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇവിടെ നമ്മൾ ആ ടു ഇൻഫിനിറ്റീവിന് മുന്നിൽ ഒരു പ്രൊനൗൺ ഉപയോഗിച്ചു. സെന്റൻസിന്റെ മീനിങ് ആകെ മാറുകയും ചെയ്തു. ഐ എക്സ്പെക്ട് ഹെർ ടു ഗെറ്റ് ദ ജോബ്. അവൾക്ക് ആ ജോലി ലഭിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഐ എം ഹോപ്പിംഗ് ടു ഗെറ്റ് ദാറ്റ് ജോബ്. ആ ജോലി ലഭിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്, ഞാൻ ആഗ്രഹിക്കുന്നത്. ഐ എം ഹോപ്പിംഗ് ടു ഗെറ്റ് ദാറ്റ് ജോബ്. അവൾക്ക് ലഭിക്കുമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയണമെങ്കിലോ? അങ്ങനെയാണെങ്കിൽ ഹോപ്പിങ്ങിന് ശേഷം നമുക്ക് ഹെർ എന്ന പ്രൊനൗൺ ഉപയോഗിക്കണം. ഹോപ്പിന് ശേഷം ഒരു ഒബ്ജക്റ്റ് വരുന്ന സമയത്ത് അതിനിടയിൽ ഫോർ എന്നൊരു പ്രിപ്പോസിഷൻ കൂടി വരും. ഐ എം ഹോപ്പിംഗ് ഫോർ ഹെർ ടു ഗെറ്റ് ദാറ്റ് ജോബ്. ഐ എം ഹോപ്പിംഗ് ടു ഗെറ്റ് ദാറ്റ് ജോബ്. എനിക്ക് ലഭിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഐ എം ഹോപ്പിംഗ് ഫോർ ഹെർ ടു ഗെറ്റ് ദാറ്റ് ജോബ്. അവൾക്ക് അത് ലഭിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഐ എം ഹോപ്പിംഗ് ഹെർ എന്ന് പറഞ്ഞാൽ പോരാ, ഐ എം എക്സ്പെക്ടിങ് ഹെർ എന്നാണ് നമ്മൾ കഴിഞ്ഞ സെന്റൻസിൽ പറഞ്ഞത്. പക്ഷെ ഹോപ്പ് ഉപയോഗിക്കുമ്പോൾ അതിനുശേഷം ഫോർ എന്ന പ്രിപ്പോസിഷൻ കൂടി വേണം. ഐ എം ഹോപ്പിംഗ് ഫോർ ഹെർ ടു ഗെറ്റ് ദാറ്റ് ജോബ്. ഞാൻ ആ പരീക്ഷ ജയിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഐ എക്സ്പെക്ട് ടു പാസ് ദ എക്സാം അല്ലെങ്കിൽ ഐ ഹോപ്പ് ടു പാസ് ദ എക്സാം. ഐ എം ഹോപ്പിംഗ് ടു പാസ് ദ എക്സാം, പാസ് ദ ടെസ്റ്റ്. അവൻ ആ പരീക്ഷ ജയിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാനല്ല, അവൻ ജയിക്കുമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഐ എം ഹോപ്പിംഗ് ഫോർ ഹിം ടു പാസ് ദ ടെസ്റ്റ്. ഐ എം ഹോപ്പിംഗ് ഹിം എന്ന് പറഞ്ഞാൽ പോരാ, ഫോർ ഹിം എന്ന് തന്നെ വേണം പറയാൻ. ഹോപ്പിന് ശേഷം ഒരു ഒബ്ജക്റ്റ് വരുമ്പോൾ അല്ലെങ്കിൽ വെയിറ്റിന് ശേഷം ഒരു ഒബ്ജക്റ്റ് വരുമ്പോൾ അതിനിടയിൽ ഫോർ എന്ന പ്രിപ്പോസിഷൻ കൂടി ഉണ്ടായിരിക്കും. ഐ എം ഹോപ്പിംഗ് ഫോർ ഹിം ടു പാസ് ദ ടെസ്റ്റ്. അവൻ ജയിക്കുമെന്നാണ്, ജയിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ ഇപ്പോഴും അവൻ എൻ്റെ പണം തിരികെ തരുന്നത് കാത്തിരിക്കുകയാണ്. ഇപ്പോഴും കാത്തിരിക്കുകയാണ്. ഐ എം സ്റ്റിൽ വെയിറ്റിംഗ്. അവൻ തിരികെ നൽകുന്നത്. ഐ എം സ്റ്റിൽ വെയിറ്റിംഗ് ഫോർ ഹിം ടു ഗീവ് മീ മൈ മണി ബാക്ക്. ഐ എം സ്റ്റിൽ വെയിറ്റിംഗ് ഫോർ ഹിം. വെയിറ്റിംഗ് ഹിം എന്ന് പറഞ്ഞാൽ പോരാ, വെയിറ്റിംഗ് ഫോർ ഹിം എന്ന് തന്നെ വേണം പറയാൻ.
ഐ എം സ്റ്റിൽ വെയിറ്റിംഗ് ഫോർ ഹിം ടു ഗീവ് മീ മൈ മണി ബാക്ക്. എൻ്റെ പണം അവൻ തിരികെ നൽകുന്നതും കാത്തിരിക്കുകയാണ് ഞാൻ ഇപ്പോഴും. അവൾ 40കളുടെ മധ്യത്തിലാണ്. ഒരാളുടെ പ്രായത്തിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ 44, 45, 46 വയസ്സുള്ള ഒരാളെ കുറിച്ച് പറയാൻ നമുക്ക് ഷീസ് ഇൻ ഹെർ മിഡ് 40s എന്ന് പറയാം, അല്ലെങ്കിൽ ഹീ ഈസ് ഇൻ ഹിസ് മിഡ് 40s എന്ന് പറയാം. 41, 42 വയസ്സാണെങ്കിൽ ഏർലി 40s എന്ന് പറയും. 48, 49 വയസ്സാണെങ്കിൽ ലേറ്റ് 40s എന്ന് പറയും. അവൾ 40കളുടെ മധ്യത്തിലാണ്. ഷീസ് ഇൻ ഹെർ മിഡ് 40s. ഷീസ് ഇൻ ഹെർ 40s എന്ന് പറയുമ്പോൾ അവൾക്ക് 40നും 50നും ഇടയിലാണ് പ്രായം എന്നർത്ഥം. അവൾ കൂടുതൽ ചെറുപ്പമായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അവൾക്ക് ഇത്രയും പ്രായം ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയതല്ല. ഐ എക്സ്പെക്റ്റഡ് ഹെർ ടു ബി യങ്ങർ. ഇവിടെ നമ്മൾ ഹോപ്പ് അതൊന്നുമല്ല യൂസ് ചെയ്യുന്നത്, എക്സ്പെക്റ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഐ എക്സ്പെക്റ്റഡ് ഹെർ ടു ബി യങ്ങർ. ടു ബി അവിടെ നിർബന്ധമായി ഉപയോഗിക്കണം. ഐ എക്സ്പെക്റ്റഡ് ഹെർ യങ്ങർ എന്ന് പറഞ്ഞാൽ പോരാ. അവൾക്ക് ഇതിലും ചെറുപ്പമായിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഐ എക്സ്പെക്റ്റഡ് ഹെർ ടു ബി യങ്ങർ. ഐ എക്സ്പെക്റ്റഡ് ഹെർ ടു ബി ടോളർ. അവൾക്ക് കുറച്ചുകൂടി ഉയരം ഉണ്ടായിരിക്കും എന്നാണ് ഞാൻ കരുതിയത്. നീ ജോലി സമയത്ത് തന്നെ പൂർത്തിയാക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ജോലി നീയാണ് പൂർത്തിയാക്കേണ്ടത്, അത് നീ സമയത്ത് തന്നെ ചെയ്യുമെന്നാണ് ഞങ്ങളാണ് കരുതുന്നത്, ഞങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. വി എക്സ്പെക്റ്റ്. ജോലി പൂർത്തിയാക്കുന്ന ആൾ നമ്മളല്ല, അതുകൊണ്ട് തന്നെ നമുക്കിവിടെ നീ എന്ന ഒരു പ്രൊനൗൺ കൂടി യൂസ് ചെയ്യണം. വി എക്സ്പെക്റ്റ് യു ടു കംപ്ലീറ്റ് ദ ജോബ് ഓൺ ടൈം. വി എക്സ്പെക്റ്റ് യു ടു ഫിനിഷ് ദ ജോബ് ഓൺ ടൈം, അല്ലെങ്കിൽ വി എക്സ്പെക്റ്റ് യു ടു കംപ്ലീറ്റ് ദ ജോബ് ഓൺ ടൈം. വി എക്സ്പെക്റ്റ് ടു ഫിനിഷ് ദ ജോബ് ഓൺ ടൈം എന്ന് പറയുമ്പോൾ ജോലി സമയത്ത് ഞങ്ങൾക്ക് പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്, നമ്മളാണ് ചെയ്യുന്നത്. വി എക്സ്പെക്റ്റ് യു ടു ഫിനിഷ് എന്ന് പറയുമ്പോൾ നീ അത് സമയത്ത് പൂർത്തിയാക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ടു ഫിനിഷ് എന്ന ഇൻഫിനിറ്റീവിന് മുന്നിൽ ഒരു പ്രൊനൗൺ വരുമ്പോൾ സെന്റൻസിന്റെ മീനിങ്ങിൽ വരുന്ന ഡിഫറൻസ് ശ്രദ്ധിക്കണം. ഇത് തന്നെ നമുക്ക് പാസീവ് വോയിസിലും പറയാം. ആ സ്ട്രക്ചർ വളരെ കോമൺ ആണ് ഇംഗ്ലീഷിൽ. വി എക്സ്പെക്റ്റ് യു ടു ഫിനിഷ് എന്നതിന് പകരം യു ആർ എക്സ്പെക്റ്റഡ് ടു ഫിനിഷ് എന്നും പറയാം. യു ആർ എക്സ്പെക്റ്റഡ് ടു ഫിനിഷ് ദ ജോബ് ഓൺ ടൈം. വേണമെങ്കിൽ ഇത് സപ്പോസ് ടു ഉപയോഗിച്ചും പറയാം. യു ആർ സപ്പോസ് ടു ഫിനിഷ് ദ ജോബ് ഓൺ ടൈം. യു ആർ സപ്പോസ് ടു ഫിനിഷ് ദ ജോബ് ഓൺ ടൈം. അതിനർത്ഥം സമയത്ത് നീ ജോലി പൂർത്തിയാക്കേണ്ടതാണ് എന്നാണ്. യു ആർ എക്സ്പെക്റ്റഡ് ടു ഫിനിഷ് ദ ജോബ് ഓൺ ടൈം എന്ന് പറയുമ്പോൾ സമയത്ത് തന്നെ നിങ്ങൾ പൂർത്തിയാക്കും എന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്, അങ്ങനെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് എന്നാണ് ഈ സെന്റൻസിനർത്ഥം. നീ കൃത്യം 8:30 ജോലി തുടങ്ങുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ജോലി തുടങ്ങേണ്ടത് നീയാണ്, പ്രതീക്ഷിക്കുന്നത് ഞങ്ങളാണ്. വി എക്സ്പെക്റ്റ് യു ടു സ്റ്റാർട്ട് വർക്ക് അറ്റ് 8:30 ഷാർപ്പ്. വി എക്സ്പെക്റ്റ് യു ടു സ്റ്റാർട്ട് വർക്ക് അറ്റ് 8:30 ഷാർപ്പ്, അല്ലെങ്കിൽ we expect you to start work punctually at 8:30. punctually at 8:30 എന്ന് പറയാം, അല്ലെങ്കിൽ 8:30 ഷാർപ്പ് എന്നും പറയാം. ഇതും നമുക്ക് പാസീവ് വോയിസിൽ പറയാം. we expect you to start എന്നതിന് പകരം you are expected to start എന്നും പറയാം. you are expected to start work at 8:30. you are supposed to start work at 8:30. അവർ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എക്സ്പെക്റ്റിന് ശേഷം നമുക്ക് ടു ഇൻഫിനിറ്റീവും യൂസ് ചെയ്യാം, ദാറ്റ് ക്ലോസ് ഉപയോഗിക്കാം. ദാറ്റ് ക്ലോസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ പൊതുവെ നമ്മൾ ദാറ്റ് മെൻഷൻ ചെയ്യാറില്ല. അത് നമുക്ക് മെൻഷൻ ചെയ്യാം, അല്ലെങ്കിൽ ഒമിറ്റ് ചെയ്യാം. അവർ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഐ എക്സ്പെക്ട് ദം ടു കം, അല്ലെങ്കിൽ ഐ എക്സ്പെക്ട് ദാറ്റ് ദേ വിൽ കം. ഐ എക്സ്പെക്ട് ദാറ്റ് ദേ വിൽ കം. ഐ എക്സ്പെക്ട് ദം ടു കം എന്ന് പറഞ്ഞാലും ഐ എക്സ്പെക്ട് ദാറ്റ് ദേ വിൽ കം എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥമാണ്. ആ ദാറ്റ് ക്ലോസിൽ ദാറ്റ് അവിടെ മെൻഷൻ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഐ എക്സ്പെക്ട് ദേ വിൽ കം എന്നും നമുക്ക് പറയാം. എക്സ്പെക്റ്റിന് ശേഷം നമുക്ക് ടു ഇൻഫിനിറ്റീവും യൂസ് ചെയ്യാം, ദാറ്റ് ക്ലോസ് ഉപയോഗിക്കാം. എനിക്ക് പ്രൊമോഷൻ കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എൻ്റെ ആഗ്രഹം മാത്രമാണെങ്കിൽ സാധ്യത കുറവുള്ള കാര്യമാണ്, പക്ഷെ ലഭിക്കണമെന്ന് എനിക്ക് ആഗ്രഹം മാത്രമാണ് ഉള്ളതെങ്കിൽ ഹോപ്പ് ഉപയോഗിക്കാം. ഐ എം ഹോപ്പിംഗ് ടു ഗെറ്റ് എ പ്രൊമോഷൻ. ഐ ഹോപ്പ് ടു ഗെറ്റ് എ പ്രൊമോഷൻ. ഇത് തന്നെ ദാറ്റ് ക്ലോസ് ഉപയോഗിച്ചും പറയാം. ഐ എം ഹോപ്പിംഗ് ദാറ്റ് ഐ വിൽ ഗെറ്റ് ദ പ്രൊമോഷൻ. ഐ എം ഹോപ്പിംഗ് ടു ഗെറ്റ് എ പ്രൊമോഷൻ എന്ന് പറയാം. ഐ ഹോപ്പിംഗ് എന്നാണ് എഴുതിയത്, അത് മിസ്റ്റേക്ക് ആണ്. ഐ എം ഹോപ്പിംഗ് എന്ന് വേണം പറയാൻ. ഐ എം ഹോപ്പിംഗ് ടു ഗെറ്റ് ദ പ്രൊമോഷൻ, അല്ലെങ്കിൽ ഐ എം ഹോപ്പിംഗ് ദാറ്റ് ഐ വിൽ ഗെറ്റ് ദ പ്രൊമോഷൻ. എനിക്ക് പ്രൊമോഷൻ ലഭിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഹോപ്പിന് ശേഷവും നമുക്ക് ദാറ്റ് ക്ലോസ് ഉപയോഗിക്കാം, ടു ഇൻഫിനിറ്റീവും ഉപയോഗിക്കാം. നിനക്ക് എൻ്റെ കൂടെ വന്ന് താമസിക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഐ ഹോപ്പ് യു ക്യാൻ കം ആൻഡ് സ്റ്റേ വിത്ത് മീ, അല്ലെങ്കിൽ ഐ എം ഹോപ്പിംഗ് യു ക്യാൻ കം ആൻഡ് സ്റ്റേ വിത്ത് മീ. ഐ ഹോപ്പ് എന്ന് പറഞ്ഞാലും ഐ ആം ഹോപ്പിംഗ് എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥമാണ്. ഒരു ടു ഇൻഫിനിറ്റീവിന് മുന്നിൽ നമുക്ക് ഐ എക്സ്പെക്ട് എന്നും ഐ ആം എക്സ്പെക്ടിങ് എന്നും പറയാം, മീനിങ്ങിൽ ഡിഫറൻസ് വരില്ല. പക്ഷെ ദാറ്റ് ക്ലോസിന് മുന്നിൽ നമ്മൾ പൊതുവെ ഐ ആം എക്സ്പെക്ടിങ് എന്ന് പറയാറില്ല, ഐ എക്സ്പെക്ട് എന്നാണ് പറയാം. ഇതെല്ലാം ഒന്ന് ഓർത്ത് വയ്ക്കുക. ഒരുപാട് കാര്യങ്ങൾ ഓർക്കാനുണ്ടാകുമ്പോൾ ഒരുപക്ഷെ കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതുപോലത്തെ സെന്റൻസസ് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. അങ്ങനെയാവുമ്പോഴാണ് നിങ്ങൾക്ക് ഇത്
ക്ലിയർ ആയി യൂസ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഞാൻ കുറച്ച് സെന്റൻസസ് പറഞ്ഞു, നിങ്ങൾ അത് കേട്ടു, അതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ഈ വേർഡ്സ് കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കില്ല. ഇതേ പാറ്റേൺസിൽ നിങ്ങളും ഒരുപാട് സെന്റൻസസ് ഉണ്ടാക്കി നോക്കും. ഐ ഹോപ്പ് ദാറ്റ് യു ക്യാൻ കം ആൻഡ് സ്റ്റേ വിത്ത് മീ, അല്ലെങ്കിൽ ഐ എം ഹോപ്പിംഗ് യു ക്യാൻ കം ആൻഡ് സ്റ്റേ വിത്ത് മീ. ദാറ്റ് ഇവിടെ ഓപ്ഷണൽ ആണ്. പല വേർബ്സിന് ശേഷവും നമ്മൾ ദാറ്റ് ക്ലോസ് യൂസ് ചെയ്യും, പക്ഷെ അതിലെ ദാറ്റ് നമ്മൾ നോർമലി ഒമിറ്റ് ചെയ്യാണ് പതിവ്. അർദ്ധരാത്രിക്ക് മുമ്പ് അവിടെ എത്താൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അർദ്ധരാത്രിക്ക് മുമ്പ് എന്ന് പറയുമ്പോൾ ബിഫോർ മിഡ് നൈറ്റ്. വി ഹോപ്പ് ടു റീച്ച് ദർ ബിഫോർ മിഡ് നൈറ്റ്, അല്ലെങ്കിൽ വി ആർ ഹോപ്പിംഗ് ടു റീച്ച് ദർ ബിഫോർ മിഡ് നൈറ്റ്. വി എക്സ്പെക്ട് ടു റീച്ച് ദർ ബിഫോർ മിഡ് നൈറ്റ്. ദാറ്റ് ക്ലോസ് ഉപയോഗിച്ച് നമുക്ക് ഈ കാര്യങ്ങൾ പറയാം. വി ഹോപ്പ് ദാറ്റ് വി ക്യാൻ റീച്ച് ദർ ബിഫോർ മിഡ് നൈറ്റ് എന്ന് പറയാം. വി ആർ ഹോപ്പിംഗ് ദാറ്റ് വി ക്യാൻ റീച്ച് ദർ എന്നും പറയാം. എക്സ്പെക്ട് ഉപയോഗിച്ചാണ് പറയുന്നതെങ്കിൽ വി എക്സ്പെക്ട് ടു റീച്ച് ദർ ബിഫോർ മിഡ് നൈറ്റ്. വി എക്സ്പെക്ട് ദാറ്റ് വി ക്യാൻ റീച്ച് ദർ ബിഫോർ മിഡ് നൈറ്റ് എന്നും പറയാം, പക്ഷെ വി ആർ എക്സ്പെക്ടിങ് ദാറ്റ് എന്ന് പറയില്ല. സംഭവിക്കുമെന്ന് ഒരു ഉറപ്പുമില്ലാത്ത, എന്നാൽ സംഭവിച്ചു കാണാൻ നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ് ഹോപ്പ് ഉപയോഗിക്കുന്നത്. സംഭവിക്കാൻ വളരെയധികം സാധ്യതയുള്ള, സംഭവിച്ചു കാണാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാത്തതുമായ കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ് എക്സ്പെക്ട് ഉപയോഗിക്കുന്നത്. സംഭവിക്കാൻ വൈകിപ്പോയ കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ് വെയിറ്റ് ഉപയോഗിക്കുന്നത്. ഇനി സംഭവിക്കുമെന്ന് നല്ലതുപോലെ ഉറപ്പുള്ളതും സംഭവിച്ചു കാണാൻ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നതുമായ കാര്യങ്ങളെക്കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വെർബാണ് ലുക്ക് ഫോർവേഡ് ടു. ലുക്ക് ഫോർവേഡ് ടുയിലെ ടു പ്രിപ്പോസിഷനാണ്. പ്രിപ്പോസിഷൻ ആയത് കാരണം തന്നെ പിന്നെ നമുക്ക് അതിന് ശേഷം ഉപയോഗിക്കാവുന്നത് ഒരു നൗണോ ING ഫോമോ പ്രനൗണോ ആയിരിക്കും. എക്സ്പെക്റ്റിനും ഹോപ്പിനും വെയിറ്റിനും ശേഷം നമ്മൾ ടു ഇൻഫിനിറ്റീവാണ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നത്. ലുക്ക് ഫോർവേഡ് ടുവിലെ ടു പ്രിപ്പോസിഷൻ ആയത് കാരണം പിന്നെ അതിന് ശേഷം വരുന്നത് ING ഫോമാണ്. അവരവരുടെ വിവാഹ വാർഷികത്തിനായി കാത്തിരിക്കുകയാണ്. ദേ ആർ ലുക്കിംഗ് ഫോർവേഡ് ടു ദെയർ വെഡിങ് ആനിവേഴ്സറി. ഇവിടെ ഫോർവേഡ് ടുവിന് ശേഷം നമ്മൾ ദെയർ വെഡിങ് ആനിവേഴ്സറി എന്ന നൗൺ ഫ്രേസ് ആണ് ഉപയോഗിച്ചത്. ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു മൈ ബർത്ത്ഡേ. ഞാൻ എൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. താല്പര്യത്തോടെ കാത്തിരിക്കുകയാണ്, അതാണ് ഈ ഒരു ഫ്രേസിന് അർത്ഥം. ദേ ആർ ലുക്കിംഗ് ഫോർവേഡ് ടു ദെയർ വെഡിങ് ആനിവേഴ്സറി. നിന്റെ മറുപടിക്കായി ഞങ്ങൾ കാത്തിരിക്കുന്നു. പലപ്പോഴും നമ്മൾ ലെറ്റേഴ്സ് ക്ലോസ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു കോമൺ എക്സ്പ്രഷനാണിത്. വി ആർ ലുക്കിംഗ് ഫോർവേഡ് ടു ഹിയറിംഗ് ഫ്രം യു. വി ആർ ലുക്കിംഗ് ഫോർവേഡ് ടു ഹിയറിംഗ് ഫ്രം യു. ടു ഹിയറിംഗ് ഫ്രം യു. വി ആർ ലുക്കിംഗ് ഫോർവേഡ് എന്നും പറയാം, വി ലുക്ക് ഫോർവേഡ് എന്നും പറയാം. മീനിങ്ങിൽ ഒരു ഡിഫറൻസും ഇല്ല. ഐ എം ഹോപ്പിംഗ്, ഐ ഹോപ്പ് ഒരേ അർത്ഥമാണെന്ന് പറഞ്ഞ പോലെ തന്നെ വി ലുക്ക് ഫോർവേഡ് ടുവിനും വി ആർ ലുക്കിംഗ് ഫോർവേഡ് ടുവിനും ഒരേ അർത്ഥമാണ്. വി ആർ ലുക്കിംഗ് ഫോർവേഡ് ടു ഹിയറിംഗ് ഫ്രം യു, അല്ലെങ്കിൽ വി ആർ ലുക്കിംഗ് ഫോർവേഡ് ടു യുവർ റിപ്ലൈ. നിന്റെ മറുപടിക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ടു ഹിയറിംഗ് ഫ്രം യു. ടു ഹിയർ എന്ന് പറയരുത്. ടു കാണുമ്പോൾ പിന്നെ അതിനുശേഷം ഹിയർ അല്ലേ ഉപയോഗിക്കേണ്ടതെന്ന് തോന്നും. അങ്ങനെയല്ല, ഈ ടു പ്രിപ്പോസിഷനാണ്, അത് കാരണം തന്നെ പിന്നെ അതിനുശേഷം വരുന്നത് ING ഫോമാണ്. വി ലുക്ക് ഫോർവേഡ് ടു ഹിയറിംഗ് ഫ്രം യു. വി ലുക്ക് ഫോർവേഡ് ടു മീറ്റിംഗ് യു. നിന്നെ കാണാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു. വി ലുക്ക് ഫോർവേഡ് ടു മീറ്റിംഗ് യു. വി ലുക്ക് ഫോർവേഡ് ടു അവർ നെക്സ്റ്റ് മീറ്റിംഗ്. നമ്മുടെ അടുത്ത കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി, മീറ്റിംഗിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു. ലുക്ക് ഫോർവേഡ് ടുവിന് ശേഷം നിങ്ങൾക്ക് നൗൺ ഉപയോഗിക്കാം, നൗൺ ഫ്രേസ് ഉപയോഗിക്കാം, ING ഫോം ഉപയോഗിക്കാം. ടു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കരുത്. അതുപോലെ തന്നെ നമ്മൾ ദാറ്റ് ക്ലോസും ഉപയോഗിക്കാറില്ല. നൗണോ ING ഫോമോ യൂസ് ചെയ്യാം. ഇനി ഇന്നത്തെ ഹോംവർക്ക് ഈ ലെസണുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. വേറെ എക്സാമ്പിൾസ് ഒന്നുമില്ല. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച സ്ട്രക്ചേഴ്സ് ഉപയോഗിച്ച് ചെയ്യേണ്ടതാണിത്. മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആൻസേഴ്സ് താഴെ കമൻസിൽ പോസ്റ്റ് ചെയ്യാം. സംശയമുള്ളവർക്ക് ചോദിക്കാം. ഈ ലെസൺ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു എന്ന് കരുതുന്നു. ഇത് ഇഷ്ടമാവുന്നവർ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണും. താങ്ക് യു ഫോർ വാച്ചിങ്.